ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രം സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ 2 ആരംഭിക്കുന്നത് തന്നെ ജയിലിനകത്ത് കഴിയുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ കൂടെ ജയിലിലുള്ള ആൾ വിക്രത്തിനോട് ചോദിക്കും, വിക്രം എടാ വീട്ടുകാർ വന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നീ? അപ്പോൾ വിക്രം പറയും, വേറെ എന്താ എനിക്ക് ആലോചിക്കാനുള്ളത് രാഘവേട്ട. അന്നേരം രാഘവേട്ടൻ പറയാണ്, രാഘവേട്ടൻ മോഷ്ടിച്ച കഥകളൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറയാണ്. ഞാൻ ആദ്യമായിട്ട് മോഷ്ടിച്ചത് എന്താണെന്നറിയോ? എൻ്റെ അമ്മയുടെ കെട്ടുതാലി. നീ അമ്പരക്കണ്ട. ഒരു ദിവസം അച്ഛൻ നന്നായിട്ട് മദ്യപിച്ച് വന്നിട്ട് അമ്മയും അച്ഛനും നല്ല വഴക്കായി. അങ്ങനെ അമ്മയുടെ കെട്ടുതാലി പണയം വെച്ചത് തൊട്ടപ്പുറത്ത് പലിശയ്ക്ക് കടം കൊടുക്കുന്ന മോഹനേട്ടൻ്റെ കയ്യിലാണ്. അമ്മയ്ക്ക് കെട്ടുതാലി പോയതിനേക്കാളും മോഹനേട്ടൻ്റെ ഭാര്യയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നതിലായിരുന്നു വിഷമം. അങ്ങനെ അമ്മയുടെ ആ വിഷമം സഹിക്കാൻ കഴിയാതെ ഞാൻ ആ കെട്ടുതാലി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ മോഷണത്തിൽ ഞാൻ പിടിയിലായി. കെട്ടുതാലി കിട്ടിയതുമില്ല. അവരുടെ മോഹനേട്ടൻ്റെ ഭാര്യയുടെ കെട്ടുതാലിയാണ് ഞാൻ മോഷ്ടിച്ചത് എന്ന പരാതിയുമായി. എൻ്റെ അമ്മയാണെങ്കിലോ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ താലി പണയം വെച്ചിട്ടില്ലാന്ന്. അങ്ങനെ ഞാൻ ജയിലുമായി. അങ്ങനെ ഒരു ദിവസം അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അച്ഛന് ആ പലിശയ്ക്ക് പണം തിരികെ വേഗം കൊടുക്കേണ്ടി വരും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മാനക്കേട് വിചാരിച്ചിട്ടോ എന്താണെന്ന് എനിക്കതിൻ്റെ കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ആ സംഭവത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഞാൻ കള്ളനായി മാറി. പിന്നീട് ഒരുപാട് മോഷണങ്ങൾ, അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താൻ, പെങ്ങളുടെ കല്യാണത്തിന്, അങ്ങനെ ഒരുപാട് കേസുകൾ. പക്ഷേ അതിനിടയ്ക്കൊക്കെ ഞാൻ പല മനുഷ്യരെ കണ്ടു, പല ജീവിതങ്ങൾ കണ്ടു. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, ഞാൻ കണ്ട പല മനുഷ്യരിലും വ്യത്യസ്തനാടാ നീ. കാരണം നിനക്ക് കാത്തിരിക്കാനും നിന്നെ കാത്തിരിക്കാനും ആളുകളുണ്ട്. കാത്തിരിക്കാൻ ആരുമില്ലാത്തവനെ പോലെ ഗതികെട്ടവൻ ലോകത്താരുമില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാണ്. അതിന് രാഘവേട്ടനെ കാത്തിരിക്കാനും ആളുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച അമ്മൂമ്മ വന്നിട്ട് പോയില്ലേ? ആ നീ കണ്ടല്ലേ? അതെൻ്റെ അമ്മൂമ്മയാണെന്നാണോ നീ കരുതിയത്? അല്ല, അതൊരു കളവ് മുതലാ. അമ്മൂമ്മ അല്ലേ? അപ്പോൾ അയാൾ ഇങ്ങനെ ആ അമ്മൂമ്മയെ കിട്ടിയ കഥകളൊക്കെ പറയാണ്. ഒരു ദിവസം ഞാനൊരു യൂറോപ്പുകാരൻ്റെ വീട്ടിൽ കക്കാൻ പോയി. അവിടെ നിന്ന് ഒന്നും എനിക്ക് തുറക്കാൻ കിട്ടിയില്ല. അലമാര അടക്കം ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് മോഷ്ടിക്കാൻ പറ്റിയില്ല. അങ്ങനെ മുറിക്കുള്ളിൽ കയറി പരിശോധിച്ച് നടക്കുന്നതിനിടയിൽ സ്നേഹത്തോടെ ഒരു വിളി, മോനെ എന്ന്. തിരിഞ്ഞു നോക്കിയപ്പം ഒരു അമ്മൂമ്മ. എന്നിട്ട് ആ അമ്മൂമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും കിട്ടൂല. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ അങ്ങ് യൂറോപ്പിലാണ്. അവരൊന്നും ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഞാൻ മാത്രമാണ്. പക്ഷെ ഇവിടെ പൂജയും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്നിട്ട് ആ അമ്മൂമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ ഈ മൂലസ്ഥാനത്ത് നിന്നൊന്ന് ഇളക്കി നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുടിയിരുത്തുമെന്ന്. ഞാൻ ആ അമ്മൂമ്മയെ അപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വിക്രം വല്ല ആകാംക്ഷയോട് ചോദിച്ചു, എന്നിട്ട്? പക്ഷേ ഞാൻ കട്ടത് ഭഗവതിയല്ല, CCTV ചതിച്ചു. അവരുടെ മക്കൾ കേസ് കൊടുത്തു. കേസ് അമ്മൂമ്മയെ കൊണ്ടുപോയതിനല്ലായിരുന്നു. അമ്മൂമ്മയുടെ കഴുത്തിലുള്ള 10 പവൻ്റെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞായിരുന്നു കേസ്. അത് അങ്ങ് പോലീസിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അമ്മൂമ്മ എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയായി അങ്ങ് കൂടി. അപ്പോൾ അവരുടെ മക്കളൊന്നും ആരും അന്വേഷിച്ചില്ല. വയസ്സാം കാലത്ത് ഒരു കള്ളൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ. അങ്ങനെ മുണ്ടക്കൽ ഭാർഗവി അമ്മ എൻ്റെ അമ്മൂമ്മയായിട്ട് മാറി. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കൂട്ടായിരുന്നത് അമ്മൂമ്മയായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ മോഷണമൊക്കെ അവസാനിപ്പിച്ചതായിരുന്നു. പിന്നെ എങ്ങനെയാ ഇതിനകത്ത് വന്ന് പെട്ടത് എന്ന് വിക്രം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാട്ടിലുള്ള സ്ഥലം അവരുടെ പേരക്കുട്ടികൾക്ക് വിൽക്കണം. അതിന് അമ്മൂമ്മയുടെ ഒരു ഒപ്പ് വേണം. പക്ഷേ അമ്മൂമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ഞാനതിൽ ഇടപെടാനൊന്നും പോകാറില്ലായിരുന്നു. പക്ഷേ അമ്മൂമ്മയെ അവർ തല്ലുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവരുടെ പേരക്കുട്ടിയെ ഒരു തള്ളു കൊടുത്തു. അവൻ ചെന്ന് തലയടിച്ചു വീണതും ഒരു തിണ്ണയിലിടിച്ച് അവന് മരണപ്പെട്ടു. മനഃപൂർവ്വമുള്ള കൊലപാതകമല്ലാത്തത് കൊണ്ട് തന്നെ ശിക്ഷയിലെ ഇളവൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ വിക്രത്തിനോട് ഇങ്ങനെ അമ്മൂമ്മയെ നോക്കുന്ന, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മൂമ്മയായിട്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയും, എടാ വിക്രം, വേദ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. അത് നീ കരുതുന്നത് പോലെ അവളുടെ ഏട്ടനെ ഭയന്നിട്ടൊന്നും അല്ല. മറ്റെന്തോ ശക്തമായ കാരണം അതിന് പിന്നിലുണ്ട്. അതെന്താണെന്നൊരിക്കൽ അവൾ തന്നെ നിന്നോട് പറയും, ഉറപ്പ്.
പിന്നീട് ഇങ്ങനെ വിക്രം ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ വേദയും ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ വേദയുടെ കൂടെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയും ഉണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ചോദിക്കും, ഓ രാധിക ഉഷാറായല്ലോ. അപ്പം അമ്മ പറയും, മുമ്പൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് മിണ്ടിക്കഴിഞ്ഞാൽ 1-2 വാക്കേ പറയുകയുള്ളായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് കുറേ നേരം ഉണർന്നിരിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുട്ടി വല്ലാതെ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്നും പേടിക്കണ്ട കേട്ടോ. ആ സമയത്ത് വേദ പറയാണ്, ഇന്നലെ ഞാനും ഒന്ന് സംസാരിക്കാൻ നോക്കിയതാ. അന്നേരം എൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ പറയാണ് ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പറയും, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങളിവിടെ ഉള്ളപ്പം മോളെ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയും, ആരൊക്കെയോ കത്തിയൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, അവരെൻ്റെ കുഞ്ഞിനെ കൊല്ലും. എന്നിട്ട് ഡോക്ടർ ചോദിക്കും, തരുണിനെ ഇന്നലെ കണ്ടില്ലല്ലോ, തിരക്കായിരിക്കൂലേ? അപ്പോൾ അമ്മ പറയും, അതെ, 2 ദിവസമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അത്രയും ഓട്ടത്തിലാണ്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ സിസ്റ്റർ അടുത്ത് പറയും, സെയിം ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വേദയോട് ചോദിക്കും, വേദ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് വേദ പറയുമ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്. അവൾക്ക് ഇങ്ങനെ അമ്മ കഞ്ഞിയൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഡോക്ടർ പോയതിന് ശേഷം സിസ്റ്റർ വേദയുടെ അടുത്ത് പറയും, വേദ റെക്കോർഡ്സിൽ പേര് ചേഞ്ച് ചെയ്യൽ അത്ര ഈസി അല്ല കേട്ടോ. അങ്ങനെ ഇന്നലത്തെ പ്രശ്നം എനിക്ക് ഡോക്ടറെ അടുത്ത് പറയേണ്ടി വന്നു. ഇപ്പം റെക്കോർഡ്സിൽ വേദയില്ല, പകരം കൂട്ടുകാരിയുടെ പേരാ ശ്രേയ, അതുപോരെ? അത് കേൾക്കുമ്പോൾ വേദ ചോദിക്കും, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അന്നേരം ആ അമ്മ ചോദിക്കും, ഇന്നലെ സംസാരിച്ച മുഴുവൻ ഡോക്ടറെ അടുത്ത് പറയേണ്ടി വന്നോ? പറയേണ്ടി വന്നു. പിന്നീട് കാണിക്കുന്ന വിക്രം ഇങ്ങനെ പുറത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ കടന്നു വരും. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കും, വിക്രം എന്താ ഇവിടെ ഇരിക്കുന്നത്? പറമ്പിലായിരുന്നു പണി, ലഞ്ച് ബ്രേക്ക് ആയപ്പം ഞാനിവിടെ വന്നിരുന്നതാ. അങ്ങനെ പിന്നെ ആ പോലീസുകാരൻ വിക്രമായിട്ട് സംസാരിക്കുകയാണ്. വിക്രത്തിനോട് അവിടെ ഇരിക്കാൻ പറയാണ്. എന്നിട്ട് കുറേ കാര്യങ്ങൾ ജയിലിലായ ഓരോ മനുഷ്യരുടെയും കാര്യങ്ങളൊക്കെ അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ വിക്രത്തിനോട് സംസാരിക്കുന്നത്. ജയിലിൽ നിന്ന് ആളുകൾ മാറിയ ഒരുപാട് ആളുകളുണ്ട്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടിയുടെ ഹസ്ബൻഡ് തരുൺ ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് തരുണിനെ കാണുമ്പം വല്ലാത്ത സന്തോഷം വരികയാണ്. അങ്ങനെ അവൾ തരുണിൻ്റെ അടുത്തും ഇതേ കാര്യം പറയും, എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യും, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഞാൻ മരിച്ചു പോവും, പ്രസവത്തോടു കൂടി എൻ്റെ കുഞ്ഞിനെ മാത്രമേ തരുണേട്ടന് കിട്ടുള്ളൂ. അങ്ങനെ വിവാഹത്തിന് മുമ്പ് അവൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ തരുണിൻ്റെ അടുത്ത് പറയുകയാണ്. അച്ഛന് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതും അങ്ങനെ അവിടെ നിന്ന് ഇവളൊഴികെ ബാക്കി എല്ലാവരെയും തീയിട്ട് ചമ്പലായതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞെട്ടലോട് കൂടിയും ഭയത്തോടു കൂടിയൊക്കെ ഇങ്ങനെ അവൾ ഓർക്കുകയാണ്. എന്നിട്ട് അവൾ തരുണിൻ്റെ അടുത്ത് പറയും, പച്ചമാംസം കത്തിയെരിയുന്ന ആ ഒരു ഗന്ധം എനിക്കിപ്പോഴും കേൾക്കാൻ തരുണേട്ടാ. എൻ്റെ പ്രസവത്തോടു കൂടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നല്ലോണം നോക്കണേ. അവനെ ഇവിടെ ഇത്തരത്തിൽ മനുഷ്യരുടെ പച്ചമാംസം കത്തിയെരുന്ന ഈ ഒരു ലോകത്തിൽ നിന്ന് അവനെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തരുൺ പറയും, മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഭയക്കുന്നത്? നമുക്ക് നിൻ്റെ പ്രസവത്തോടു കൂടി ഇവിടെ നിന്ന് മാറി താമസിക്കാം, സ്നേഹിക്കാൻ അറിയുന്ന ഏതെങ്കിലും നാട്ടിലേക്ക് നമുക്ക് പോവാം, ഇവിടുന്ന് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് വേദയും എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന ഉറക്കത്തിൽ അവനിങ്ങനെ അമ്മയെ സ്വപ്നം കാണുകയാണ്. അമ്മ ഇങ്ങനെ മോനെയെന്നും വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ആ ഒരു സ്വപ്നമാണ് കാണുന്നത്. അപ്പം വിക്രവും അമ്മയുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഉയർത്തും. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് വിക്രം. പിന്നീട് വിക്രത്തിന് ഉറങ്ങാനേ കഴിയുന്നില്ല. അങ്ങനെ വിക്രം ചുമരിൽ ചാരിയിരുന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.